2 കുഞ്ഞുങ്ങൾ ആ വീട്ടിലില്ലടാ. ഒരു കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. അർച്ചന ജീവനോടെ ഉണ്ട്. അവള് തിരിച്ചു വരും. മോനെ വരുമെന്ന് ഞാൻ പറഞ്ഞ വരും. ഇനിയൊരു പൂവെടുത്ത് ചന്ദനം തൊട്ട് നീര് കൊടുത്ത് പിണ്ടത്തിന് മുകളിലേക്ക് സമർപ്പിക്കുക. ഇനി ഒരിക്കൽ കൂടി മരിച്ച ആളിനെ മനസ്സിൽ വിചാരിച്ച് വസ്ത്രത്തിൽ നിന്നൊരു നൂലെടുത്ത് അതിന്റെ മുകളിലേക്ക് സമർപ്പിക്കുക. അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നേ? മോനെ അത് മോനെ അങ്ങനെ ചെയ്യരുത്. സച്ചി മോനെ, സച്ചി നിങ്ങൾ എന്തായി കാണിക്കുന്നേ? മരിച്ച ആത്മാവിന് ബലിയിട്ടുകൊണ്ടിരിക്കുക. അത് മുടക്കരുത്. എടോ, എഴുന്നേറ്റ് പോടോ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ കടലിൽ ചവിട്ടി താക്കും. ഞാൻ അറിയാതെ അമ്മ വന്നത് ഇതിനായിരുന്നു അല്ലേ? അമ്മയ്ക്ക് എങ്ങനെ തോന്നിയമ്മേ ഇതൊക്കെ ചെയ്യാൻ? മരിച്ചു പോയെങ്കിൽ എന്റെ മോളുടെ ആത്മാവിനെങ്കിലും മോക്ഷം കിട്ടട്ടെ പോലെ. അമ്മയോട് ആര് പറഞ്ഞു എന്റെ അർച്ചന മരിച്ചു എന്ന്? എന്റെ അർച്ചന മരിച്ചിട്ടില്ല മോനെ. അമ്മ പറയുന്നത് കേക്കടാ. മിണ്ടി പോകരുത്. എന്റെ ജീവിതത്തിൽ നിന്ന് അർച്ചന ഇറങ്ങിപ്പോയിട്ട് ഇത്രയും വർഷങ്ങളായി. പക്ഷേ ഇന്ന് വരെ ഒരു നിമിഷം പോലും അവൾ ഈ ഭൂമിയിലില്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ടും അവളെ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി? കുറച്ചുനാൾ അവളെ കാണാതിരുന്നപ്പോ അമ്മയുടെ മനസ്സിൽ അവള് മരിച്ചുപോയി അല്ലേ? അങ്ങനെ പറയലടാ. അമ്മയുടെ മരണം വരെ എന്റെ മനസ്സിൽ എന്റെ മോള് മരിക്കില്ല. പിന്നെ എന്തിനാ ഈ കോപ്രായം കാണിക്ക് ഇറങ്ങി തിരിച്ചത്? ഒരു പാമ്പ് മുറ്റത്ത് ചത്തു കിടക്കുന്നുണ്ട് പേടിച്ചിട്ടോ? അതോ യഥാർത്ഥത്തിൽ അവള് മരിച്ചു പോയെന്ന് അമ്മയോട് ആരെങ്കിലും വന്ന് പറഞ്ഞോ? പറഞ്ഞോന്ന്? ഇത് അമ്മയുടെ മാത്രം തീരുമാനമാണോ അതോ വീട്ടിൽ എല്ലാരും കൂടി അറിഞ്ഞിട്ടാണോ? മോനെ, മരിച്ച ആത്മാക്കൾക്ക് മോശം കിട്ടാതിരിക്കുമ്പോഴ കുടുംബത്തിൽ ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അന്ന് മുറ്റത്ത് പാമ്പ് ചത്തത് വെറുതെ അല്ല മോനെ. മനസാക്ഷി ഉണ്ടോ അമ്മയ്ക്ക്? എന്റെ അർച്ചനെ ഞാൻ ജീവനോടെ കണ്ടെന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞതല്ലേ? അതെന്റെ അർച്ചനയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് മാത്രം എന്താ അത് വിശ്വാസമാവാത്തെ? ഞാൻ മുടക്കിയ ഈ കർമ്മം ഇനി ചെയ്യരുത്. ചെയ്താ നിങ്ങളെ ഞാൻ ബലി മുടങ്ങിയതുകൊണ്ട് നിങ്ങളുടെ ദക്ഷിണ നഷ്ടപ്പെടുത്തണ്ട. ദാ ഇത് വെച്ചോ. എനിക്കൊന്നും വേണ്ട. തന്നോട് വാങ്ങാനല്ലേ പറഞ്ഞ? പിടിക്കണം അങ്ങോട്ടും. അമ്മ വന്നേ. മോനെ,
അമ്മയുടെ മനസ്സിലൊരു സമാധാനം കിട്ടുന്നില്ലടാ. സമാധാനം ഇല്ലെങ്കിൽ എവിടെങ്കിലും നാമം ജപിച്ചിരിക്കണം, അല്ലാതെ ഇതുപോലെ ഓരോന്നും ചെയ്ത് ഇറങ്ങി തിരിക്കുകയല്ല വേണ്ടത്. മോളുടെ ആത്മാവിന് മോശം കിട്ടാത്തതുകൊണ്ട് കുടുംബത്തിൽ മറ്റാർക്കും ദോഷം വരുന്നത് മാത്രമേ അമ്മ കരുതിയുള്ളൂ പോലെ. എടാ, 2 കുഞ്ഞുങ്ങൾ ആ വീട്ടിലില്ലടാ. ഒരു കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. അർച്ചന ജീവനോടെ ഉണ്ട്. അവള് തിരിച്ചു വരും. മോനെ, വരുമെന്ന് ഞാൻ പറഞ്ഞ വരും. മോനെ, അമ്മ ഇങ്ങോട്ട് വന്നേ. മോനെ സച്ചി. ഗോകുലിന്റെ സമ്പ്രദായം കാര്യത്തില് എന്തോ ഒരു ദൈവദോഷമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇതിപ്പോ 2ാമത്തെ തവണയായി കല്യാണം മുടങ്ങുന്നേ. ആദ്യം നിങ്ങൾക്ക് അപകടം പറ്റി, ഇപ്പൊ ദേ അവന്തികയ്ക്കും. എന്റെ ജന്മത്തിൽ ഞാൻ ഇങ്ങനൊരു കാര്യം കേട്ടിട്ടില്ല. ക്ഷേത്രത്തിലെ മണി വീണ് ഒരാൾക്കൊരു അപകടം പറ്റുക, അതും ഒരു നല്ല കാര്യത്തിന് മുൻകൈ എടുത്ത അവന്തികയ്ക്ക് ഇങ്ങനെ പറ്റിയല്ലോ എന്നാ. അല്ല, രാജീവേട്ടൻ എന്തിനാ ചിരിക്കുന്നേ? അവന്തികയുടെ കൈ ഒടിഞ്ഞൊന്നല്ലേ ഞാൻ പറഞ്ഞേ, അല്ലാതെ അവന്തികയ്ക്ക് ലോട്ടറി അടിച്ചൊന്നല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേന്ന്? അല്ലെങ്കിലും രാജീവേട്ടന് ഇത്ര കുശുമ്പ് കൂടുതലാ. ഒരു നല്ല കാര്യം നടക്കാനല്ലേ അവരെല്ലാരും കൂടി പോയത്, എന്നിട്ട് അതിങ്ങനെയായി. അത് മുടങ്ങിപ്പോയിന് ഇങ്ങനെ സന്തോഷിക്കുകയാണോ വേണ്ടത്? ഗോകുല് വിളിച്ചോന്നോ? വിളിച്ചോണ്ടല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ആശുപത്രിയിൽ നിന്ന് അവന്തികയും കൂട്ടി അവര് 3 പേരും കൂടി അവന്തികയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. എന്താ, കുടിക്കാൻ ചായ വേണോ? കൊണ്ടുവരാം. ഇല്ലെങ്കിലേ അവര് വരുമ്പോ തന്നെ പറയുമല്ലോ ഞാൻ നന്നായിട്ട് നോക്കിയില്ലാന്ന്. അല്ലെങ്കിലും മറ്റുള്ളവരുടെ വഴക്ക് കേൾപ്പിക്കാൻ നിങ്ങക്ക് നല്ല മിടുക്കാം. ചായ ഇപ്പൊ കൊണ്ടുവരാം. എന്റെ ദൈവമേ, ഇതിൽ പര ഒരു സന്തോഷം ഇനി വേറെ കേൾക്കാനില്ല. ആ ഓട്ടുമണി അവളുടെ കയ്യിലല്ല, തലയിലായിരുന്നു വീഴേണ്ടിയിരുന്നത്.